വേറിട്ട ആദ്യ കുർബാന സ്വീകരണമൊരുക്കി ചങ്ങനാശ്ശേരി രൂപതയിലെ പൊടിപ്പാറ ദേവാലയം ശ്രദ്ധേയമാകുന്നു. കാരുണ്യ വഴിയിലേക്ക് കുട്ടികൾ കടന്നുവരാനും സഹാനുഭൂതിയോടെ മറ്റുള്ളവരോട് ഇടപെടാനും പ്രാപ്തരാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടവക വികാരി ഫാദർ സോണി മുണ്ടുനടക്കലിൻ്റെ നേതൃത്വത്തിൽ ഇടവക ജനം ഈ പദ്ധതി ഒരുക്കിയത്. നിർധനരും രോഗികളുമായ 25 കുടുംബങ്ങൾക്കാണ് 2000 രൂപയോളം വരുന്ന ഭക്ഷണ കിറ്റ് ഒരുക്കിയത്. ഒരുപക്ഷെ മറ്റാരും ചിന്തിക്കാത്ത ഇത്തരത്തിലുള്ള ആശയത്തിന് തുടക്കമിട്ട വഴികളെക്കുറിച്ച് വികാരി ഫാദർ സോണി മുണ്ടുനടക്കൽ സംസാരിക്കുന്നു. പൊടിപ്പാറ പള്ളിയിലെ ഈ വർഷത്തെ ആഘോഷപൂർവമായ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന 25 കുഞ്ഞുങ്ങൾ 5-ാം തീയതി മെയ് മാസത്തിലെ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൊച്ചേരി പിതാവിൽ നിന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണല്ലോ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യനാഥനെ അനുഭവിച്ചു കഴിയുന്ന കുഞ്ഞുങ്ങൾ കാരുണ്യത്തിലൂടെ കടന്നു പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. കാരുണ്യത്തിൻ്റെ മുഖമാണല്ലോ ഈശോ. ആ ഈശോയെ കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ ജീവിതം ഇനിയും ആരംഭിക്കട്ടെ എന്നതിൻ്റെ ഒരടയാളമായിട്ട് 25 കുട്ടികളും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഈ ദിനത്തിൽ ഈശോയെ സ്വീകരിച്ച് അനുഭവിച്ച് യാത്ര തുടരാൻ പോകുമ്പോൾ വേദനിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മക്കളെയും കൂടി സഹായിക്കണം എന്നൊരു ചിന്തയിൽ 25 കുടുംബങ്ങൾക്കും 25 കുട്ടികൾ ഒരു വയറൂട്ടാം എന്നൊരു പദ്ധതിയിൽ സ്നേഹത്തിൻ്റെ സ്പർശനം കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന ഭവനങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങളൊരു കിറ്റ് തയ്യാറാക്കി കൊടുക്കുകയാണ്. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ കാരുണ്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം അടയാളം രേഖപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളത്. ഈ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു വ്യക്തിത്വത്തിന് രൂപം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനോട് ചേർത്ത് വെച്ച ഒരു വചനം ഇതായിരുന്നു, നല്ല സമരക്കാരൻ്റെ ഉപമ. അതിൽ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നീയും പോയി അതുപോലെ ചെയ്യുക. ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ സന്ദേശം ഈ കുട്ടികൾ കൊടുക്കുകയാണ്. നീയും പോയി അതുപോലെ ചെയ്യുക. വഴിയിൽ മുറിവേറ്റ് കിടന്ന വ്യക്തിയെ ശുശ്രൂഷിച്ച് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുന്ന ആ ഒരു തലം, അവിടെയാണ് നല്ല സമരക്കാരൻ്റെ ഉപമ പൂർത്തീകരിക്കുന്നത്. നീയും പോയി അതുപോലെ ചെയ്യുക. കുഞ്ഞുങ്ങൾ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചു. കാരുണ്യനാഥൻ ഈശോ ഇവരെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഇവരെ തയ്യാറാക്കിയ ഭക്ഷണ സാധനങ്ങളുടെ കിറ്റ് ഇന്ന് തന്നെ നമ്മൾ ഭവനങ്ങളിലേക്ക് അർഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏറെ ദൈവാനുഗ്രഹം ലഭിക്കും. നന്ദി.